മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കായി കോൺഗ്രസ് നിർമ്മിക്കുമെന്ന് പറഞ്ഞ വീടുകൾ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ വലയുമ്പോൾ പുതിയ തന്ത്രങ്ങളുമായി ഇറങ്ങിയിരിക്കുകയാണ് ടി സിദ്ദിഖ് MLA. വീട് എവിടെന്ന് ചോദിക്കുമ്പോൾ മലക്കം മറിയാൻ യാതൊരു മടിയും അദ്ദേഹത്തിനില്ല. മുണ്ടക്കൈ ചൂരൽമല ദുരന്ത ബാധിതർക്കുള്ള കോൺഗ്രസിന്റെ ഭവന നിർമ്മാണ പദ്ധതിക്കായി ഈ മാസം 28-ന് തറക്കല്ലിടുമെന്ന് താൻ പറഞ്ഞിട്ടില്ലെന്ന് ടി സിദ്ദിഖ് MLA. 28-ാം തീയതി തറക്കല്ലിടാനാണ് തന്റെ ആഗ്രഹം എന്നാണ് പറഞ്ഞത്. ഈ മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു. ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങളുടെ ആഗ്രഹം ഡിസംബർ മാസം 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ആരംഭിക്കണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് 28-ാം തീയതി കോൺഗ്രസ് ജന്മദിനത്തിൽ ഇതിന്റെ തറക്കല്ലിടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ കാര്യം. ആ സെന്റൻസ് തന്നെ പറയും, ആഗ്രഹം എന്നുള്ളതാണ് പറഞ്ഞത്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഞാനിപ്പോൾ അതിൽ പറഞ്ഞൊരു 10 ദിവസത്തിനകം ഇൻ ഡീറ്റെയിൽ പത്രസമ്മേളനം അത് നിർവഹിക്കപ്പെട്ടതിന് ശേഷം നടത്തും എന്നുള്ളത് പറഞ്ഞു. ആ സമയത്ത് നമുക്കതിൻ്റെ വിശദാംശങ്ങൾ പൂർണ്ണമായിട്ടും പറയാം. ഞങ്ങൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ഫിനിഷിങ്സ് ചെയ്തു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് പറഞ്ഞത് തന്റെ വെറും ആഗ്രഹമാണെന്നാണ് ടി സിദ്ദിഖ് പറയുന്നത്. അതായത് വയനാട്ടിലെ കോൺഗ്രസ് വീടുകൾ എന്നത് ഒരു സ്വപ്നം മാത്രം. എന്നാൽ ഇതുവരെ ഒരു വീട് പോലും നിർമ്മിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന യാഥാർത്ഥ്യം മറച്ചുവെച്ച് സർക്കാരിന്റെ ടൗൺഷിപ്പ് ഞങ്ങളുടേതാണ് എന്ന് വരുത്തി തീർക്കാൻ കോൺഗ്രസ് നന്നായി കഷ്ടപ്പെടുന്നുണ്ട്. അതിനുവേണ്ടിയാണെങ്കിലും ദുരന്തം നടന്ന് 1.5 വർഷം കഴിഞ്ഞപ്പോഴെങ്കിലും സർക്കാർ നിർമ്മിക്കുന്ന ടൗൺഷിപ്പ് കാണാൻ ടി സിദ്ദിഖും കൂട്ടരും എത്തിയതിൽ നമുക്ക് ആശ്വസിക്കാം.